അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെന്നും ഒരു ദിവസം മരിക്കുമെന്നും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശരീരം ഈ കസേരയിലോ കട്ടിലിലോ ഇരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഈ സ്ക്രീനിലെ വെളിച്ചത്തിൽ തറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സത്യമാണെന്ന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്നാൽ ഒരേ സമയം രണ്ട് വിപരീത ലോകങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളുടെ ഒരു കാൽ ഈ ഭൗതിക ഭൂമിയിലും മറ്റേ കാൽ ഇന്ദ്രിയങ്ങൾക്കപ്രാപ്യമായ നിഗൂഢമായ മറ്റൊരു ലോകത്തുമാണെന്ന് ഞാൻ വെളിപ്പെടുത്തിയാലോ? നിങ്ങൾ ശ്വസിക്കുന്നത് ഈ വായുവാണെന്ന് കരുതുമ്പോഴും നിങ്ങളുടെ ആത്മാവ് മറ്റൊരു മാനത്തിൻ്റെ തീരത്ത് തിരമാലകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മുടെ പരിമിതമായ യുക്തിക്ക് ഒരിക്കലും പിടികൊടുക്കാത്ത ഒരു മണ്ഡലമുണ്ട്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ, ദൃശ്യമായ ഈ പ്രപഞ്ചത്തിനും അദൃശ്യമായ ആത്മീയ ലോകത്തിനുമിടയിൽ നിഴലും വെളിച്ചവും ചുംബിക്കുന്ന ഒരതീന്ദ്രിയ മണ്ഡലം. വിശ്വപ്രസിദ്ധരായ ആരിഫീങ്ങളും മഹാന്മാരായ സൂഫി ജ്ഞാനികളും ഇതിനൊരു പേരിട്ട് വിളിച്ചു: അൽ ബർസഖ്. പലരും ഭയത്തോടെ കരുതുന്നത് മരണം എന്ന ഇരുണ്ട മാതിൽ കടന്നാൽ മാത്രം തുടങ്ങുന്ന ഒന്നാണ് ബർസഖ് എന്നാണ്. എന്നാൽ യുഗങ്ങളായി സൂഫികൾ ലോകത്തിൻ്റെ കാതുകളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ തെറ്റിലാണ്. നിങ്ങൾ മരണശേഷം ബർസഖിലേക്ക് പോകുന്നവനല്ല, മറിച്ച് ഇപ്പോൾ തന്നെ ബർസഖിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നവനാണ്. ഈ ലോകത്തിൻ്റെ ലൗകിക നിയമങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിൻ്റെ രഹസ്യ കോഡുകൾ തേടിയുള്ള ഒരു യാത്രയാണിത്. വെറും വിവരങ്ങൾക്കായുള്ള തിരച്ചിലല്ല ഇത്, മറിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ വിലാസം കണ്ടെത്താനുള്ള പര്യവേക്ഷണമാണിത്. നിങ്ങൾ തയ്യാറാണോ? കാരണം ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾ പോയി കണ്ണാടിയിൽ നോക്കിയാൽ അവിടെ കാണുന്നത് പഴയ നിങ്ങളെ ആയിരിക്കില്ല. ആ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നത് അനന്തമായ മറ്റൊരു ലോകത്തിൻ്റെ പ്രതിഫലനമായിരിക്കും. അതൊരു പുതിയ ഉണർവായിരിക്കും. ഉണർന്നിരിക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു മഹാസ്വപ്നത്തിൻ്റെ തുടക്കവും. നമുക്ക് ആദ്യം പ്രമാണങ്ങളുടെ വിശുദ്ധ കവാടങ്ങൾ തുറക്കാം. ഖുറാനിലെ ലക്ഷക്കണക്കിന് വാക്കുകൾക്കിടയിൽ കേവലം 3 തവണ മാത്രമാണ് ബർസഖ് എന്ന പദം അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 3 പരാമർശങ്ങളും ഒരു മഹാസമുദ്രത്തെ ഒരു ചെറിയ പാത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെയാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യഘടനയും ഈ 3 വാക്കുകളിൽ അല്ലാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മളെല്ലാവരും കേട്ടുപരിചയമുള്ള ആ വചനം നോക്കാം. സൂറത്തുൽ മുഅ്മിനൂൻ 100-ാം വചനം. അവിടെ അല്ലാഹു അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു: അവർക്ക് പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ മഹാദിനം വരെ ഒരു ബർസഖ് അഥവാ അദൃശ്യമായ മറയുണ്ട്. യുഗങ്ങളായി പാരമ്പര്യ പണ്ഡിതന്മാർ ഇതിനെ ലളിതമായി വിശദീകരിച്ചു: നിങ്ങൾ മരിക്കുന്നു, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. വിധി ദിവസം വരെ അതൊരു താൽക്കാലിക വിശ്രമമുറിയിലോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു വെയിറ്റിംഗ് ഹാളിലോ തടവിലാക്കപ്പെടുന്നു. ഒരു താൽക്കാലിക വിശ്രമമുറി അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു വെയിറ്റിംഗ് ഹാളിലോ തടവിലാക്കപ്പെടുന്നു. എന്നാൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നുവെച്ച ആരിഫീങ്ങളും സൂഫികളും അവിടെ നിന്നില്ല. അക്ഷരങ്ങൾക്കപ്പുറത്തെ അർത്ഥങ്ങളിലേക്ക് അവർ തുളച്ചുകയറി. അവർ മറ്റൊരു വചനത്തിനു മുൻപിൽ അത്ഭുത സ്തബ്ധരായി. സൂറത്തുർ റഹ്മാനിലെ ആ വിസ്മയകരമായ വിവരണം നോക്കൂ. 2 കടലുകൾ തമ്മിൽ സന്ധിക്കുന്ന രീതിയിൽ അവൻ അവയെ വിട്ടയച്ചിരിക്കുന്നു. അവ രണ്ടിനുമിടയിൽ ഒരു ബർസഖുണ്ട്. അവ പരസ്പരം അതിക്രമിച്ചു കടക്കുകയില്ല. ചിന്തിച്ചു നോക്കൂ. ഇവിടെ ബർസഖ് എന്നത് മരണമല്ല, അതൊരു ജൈവികമായ ജീവസ്വത്തായ ഒരതിരാണ്. ഒരു വശത്ത് ഉപ്പുവെള്ളത്തിൻ്റെ ആഴക്കടൽ, മറുവശത്ത് കുളിർമയുള്ള ശുദ്ധജലം. അവ രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, ആലിംഗനം ചെയ്യുന്നുണ്ട്. പക്ഷേ അവ ഒന്നായി കലരുന്നില്ല. അവയ്ക്കിടയിൽ അദൃശ്യമായ എന്നാൽ അതിശക്തമായ ഒരു തിരശീലയുണ്ട്. അതാണ് ബർസഖ്. സൂഫികൾ ലോകത്തോട് വിപ്ലവകരമായ ഒരു ചോദ്യം ചോദിച്ചു: ഭൂമിയിലെ 2 മഹാസമുദ്രങ്ങൾക്കിടയിൽ ഒരു ബർസഖ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ അത് പ്രകടമാകുന്നില്ല? നിങ്ങളെ മണ്ണിലേക്ക് വലിക്കുന്ന ഈ ഭൗതിക ശരീരത്തിനും അല്ലാഹുവിലേക്ക് പറക്കാൻ കുതിക്കുന്ന നിങ്ങളുടെ ആത്മാവിനുമിടയിൽ അതേ ബർസഖ് തന്നെ പ്രകടമാകുന്നില്ലേ? അവരൊരു മഹാസത്യം കണ്ടെത്തി. ബർസഖ് എന്നത് 2 വിപരീത യാഥാർത്ഥ്യങ്ങൾ ചുംബിക്കുന്ന ആ ബിന്ദുവാണ്. അത് വെറുമൊരു തടസ്സമല്ല, മറിച്ച് 2 ലോകങ്ങളെയും പരസ്പരം വിളക്കി ചേർക്കുന്ന ഒരു വജ്രപാലമാണ്. അത് വേർതിരിക്കുന്നു, കാരണം ഒന്നിനും മറ്റൊന്നിൻ്റെ തനിമ നിലനിർത്തണം. അത് ഒന്നിപ്പിക്കുന്നു, കാരണം ബർസഖിലൂടെയല്ലാതെ ഒന്നിനും മറ്റൊന്നിനെ അറിയാൻ കഴിയില്ല. നിങ്ങൾ പകലിനും രാത്രിക്കുമിടയിലുള്ള ആ സന്ധ്യാനേരത്ത് നിന്നു നോക്കൂ. അവിടെ പകലും രാത്രിയുമുണ്ട്, എന്നാൽ രണ്ടും അതിൻ്റേതായ അതിരിലാണ്. ആ സുന്ദരമായ സന്ധ്യയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ബർസഖ്. അതുപോലെ നിങ്ങളെന്ന ഈ അത്ഭുതം അല്ലാഹുവിനും നിങ്ങളാകുന്ന മണ്ണിനുമിടയിലുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ബർസഖാണ്. നമുക്ക് കാലത്തിൻ്റെ ചിറകിലേറി അല്പം പിന്നിലേക്ക് സഞ്ചരിക്കാം. ഈ ഭൗതിക ശരീരം നിർമ്മിക്കപ്പെടുന്നതിനും
നിങ്ങളൊരു ഗർഭപാത്രത്തിൽ തുടിക്കുന്ന ജീവനാകുന്നതിനും എത്രയോ യുഗങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെന്ന ഈ ബോധം എവിടെയായിരുന്നു? സൂഫികൾ ഇതിനെ ആലമുൽ അർവാഹ് അഥവാ ആത്മാക്കളുടെ ലോകം എന്ന് വിളിക്കുന്നു. അവിടെ നിങ്ങൾ വെറുമൊരു പേരായിരുന്നില്ല, ഒരു മതമായിരുന്നില്ല, ഒരു ശരീരമായിരുന്നില്ല. നിങ്ങൾ ശുദ്ധമായ ഒരു പ്രകാശമായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ആ സംഗമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാലം ജനിക്കുന്നതിനു മുമ്പ് അള്ളാഹു മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ആത്മാക്കളെയും വിളിച്ചു ചേർത്തു. അതൊരു മഹാസമുദ്രം പോലെ ആത്മാക്കൾ അണിനിരന്ന നിമിഷം. അന്ന് അള്ളാഹു ചോദിച്ച ആ ഒരൊറ്റ ചോദ്യം ഇന്നും പ്രപഞ്ചത്തിൻ്റെ ഓരോ കണികയിലും പ്രതിധ്വനിക്കുന്നുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ആ നിമിഷം ഒരു തടസ്സവുമില്ലാതെ, ഒരു മറയുമില്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് ദർശിക്കുകയായിരുന്നു. അവൻ്റെ സൗന്ദര്യത്തിലും ജലാലിലും ലയിച്ചു നിന്നുകൊണ്ട് നാം എല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ ഹൃദയമിടിപ്പോടെ മറുപടി നൽകി, ബല ഷഹിദിന, അതെ, നീയാണ് ഞങ്ങളുടെ നാഥൻ, ഞങ്ങളിതിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ഇവിടെയാണ് മനുഷ്യാവസ്ഥയുടെ ഏറ്റവും വലിയ ദുരന്തം തുടങ്ങുന്നത്. ഈ മണ്ണുകൊണ്ടുള്ള ശരീരത്തിലേക്ക്, ഈ ഭൗതിക കൂടാരത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് പ്രവേശിച്ച ആ നിമിഷം നിങ്ങളെല്ലാം മറന്നുപോയി. ആ വെളിച്ചം നിങ്ങൾ മറന്നു, ആ സംഭാഷണം നിങ്ങൾ മറന്നു, നിങ്ങളുടെ യഥാർത്ഥ ഉറവിടം നിങ്ങൾ മറന്നു. ഒരു വിദേശ രാജ്യത്തെത്തിയ അഭയാർത്ഥിയെപ്പോലെ നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്തെ വിസ്മരിച്ചു. അതുകൊണ്ടാണ് സൂഫികൾ വിപ്ലവകരമായൊരു കാര്യം പറയുന്നത്. നിങ്ങൾ ജീവിതമെന്ന് വിളിക്കുന്ന ഈ ജനനം യഥാർത്ഥത്തിൽ ആത്മീയ ലോകത്തു നിന്നുള്ള നിങ്ങളുടെ മരണമാണ്. നിങ്ങൾ ആത്മാക്കളുടെ ലോകത്തു നിന്നും മരിച്ചതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്ത് ജനിച്ചത്. ഈ ലോകം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസമാണ്. ഇവിടെ നിങ്ങൾ ഒന്നിനോടും പൂർണ്ണമായും ഇണങ്ങാത്തതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ഇന്നും ആ പഴയ ഉടമ്പടിയുടെ മധുരം തേടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഈ ദുനിയാവിൽ എന്തിനെയൊക്കെയോ തിരയുന്നു, പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ തിരയുന്നത് ആ പഴയ അലസ്തുവിൻ്റെ പ്രഭയെയാണ്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പാലത്തിലാണ്. പിന്നിൽ വിസ്മരിച്ച ആ ആത്മീയ ലോകവും മുന്നിൽ വരാനിരിക്കുന്ന നിത്യതയും. ഈ പാലത്തിൻ്റെ പേരാണ് നിങ്ങളുടെ ജീവിതം, അഥവാ നിങ്ങളുടെ വ്യക്തിപരമായ ബർസഖ്. ജ്ഞാനികളായ സൂഫികൾ ഈ പ്രപഞ്ചത്തെ ഒരു വലിയ പുസ്തകം പോലെ വായിച്ചു. അവർ കണ്ടത് 5 വ്യത്യസ്ത തലങ്ങളിലുള്ള ബർസഖുകളാണ്. ഇവയെ മനസ്സിലാക്കിയാൽ നിങ്ങൾ വെറുമൊരു സാധാരണ മനുഷ്യനല്ലെന്നും പ്രപഞ്ചത്തിൻ്റെ വലിയൊരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഭൗതിക ബർസഖ്, നിങ്ങളുടെ ശരീരം തന്നെ അള്ളാഹുവിൻ്റെ വിസ്മയകരമായൊരു ലബോറട്ടറിയാണ്. നിങ്ങളുടെ ചർമ്മമൊന്ന് തൊട്ടുനോക്കൂ, അതൊരു ബർസഖാണ്. നിങ്ങളുടെ ഉള്ളിലെ അതിരഹസ്യമായ അവയവങ്ങൾക്കും പുറത്തുള്ള അനന്തമായ വായുവിനുമിടയിലുള്ള അദൃശ്യമായ അതിര്. അത് ഉള്ളിലെ ഈർപ്പത്തെ കാത്തു സൂക്ഷിക്കുന്നു, പുറത്തെ പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കുന്നു. അതിലും വലുത് നിങ്ങളുടെ ശ്വാസമാണ്. ഓരോ തവണ ശ്വസിക്കുമ്പോഴും പുറത്തെ ലോകം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ജീവൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുന്നു. ശ്വാസമെന്ന ആ നേർത്ത നൂലിഴയാണ് നിങ്ങളെയും പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൗതിക ബർസഖ്. ആ ശ്വാസം നിലയ്ക്കുന്ന നിമിഷം ആ ബർസഖ് ഉടയുന്നു. സമയത്തിൻ്റെ ബർസഖ്. സമയം ഒരു മഹാമായയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് മരിച്ചുപോയി. വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഇനിയും ജനിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? മരിച്ച കഴിഞ്ഞ കാലത്തിനും ജനിക്കാത്ത ഭാവിക്കുമിടയിലുള്ള ആ സൂക്ഷ്മമായ നിമിഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതാണ് നിമിഷത്തിൻ്റെ ബർസഖ്. സൂഫികൾ തങ്ങളെ ഇബ്നുൽ വഖ്ത് അഥവാ സമയത്തിൻ്റെ മകൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ വർത്തമാനകാലത്തിൻ്റെ ഈ ചെറിയ പാലത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അവിടെ മാത്രമാണ് അള്ളാഹു നിങ്ങളെ സ്പർശിക്കുന്നത്. അവിടെ മാത്രമാണ് നിത്യത സമയത്തെ ചുംബിക്കുന്നത്. സ്വപ്ന ബർസഖ്, ഇതാണ് ഏറ്റവും നിഗൂഢമായ തലം. ആലമുൽ മിസാൽ. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം കട്ടിലിൽ നിശ്ചലമായി കിടക്കുന്നു. എന്നാൽ നിങ്ങൾ കടലുകൾ താണ്ടുന്നു, പറക്കുന്നു, മരിച്ചുപോയവരോട് സംസാരിക്കുന്നു. ആ ലോകത്ത് ദൂരമില്ല, സമയമില്ല. നിങ്ങൾ മരിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ ഈ ഭൗതിക ലോകത്തുമല്ല. സൂഫികൾ പറഞ്ഞത് സ്വപ്നം എന്നത് മരണാനന്തര ജീവിതമെന്ന മഹായാത്രയുടെ ഒരു ട്രെയിലറാണെന്നാണ്. നാം ഓരോ രാത്രിയും മരിക്കുകയും ഓരോ പുലർച്ചെയും മറ്റൊരു ലോകത്ത് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു.
സ്വപ്നം കാണാത്ത ഒരാൾക്കും ബർസഖിനെ മനസ്സിലാക്കാൻ കഴിയില്ല. മനഃശാസ്ത്രപരമായ ബർസഖ്. നിങ്ങളുടെ ഹൃദയം ഒരു മഹാസമരഭൂമിയാണ്. താഴേക്ക് മൃഗീയമായ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ വലിക്കുന്ന നഫ്സും മുകളിലേക്ക് ദിവ്യപ്രകാശത്തിലേക്ക് നിങ്ങളെ ഉയർത്താൻ ശ്രമിക്കുന്ന റൂഹും, ഈ രണ്ടിനും ഇടയിൽ കിടന്ന് പിടയുന്നതാണ് നിങ്ങളുടെ ഹൃദയം. ചിലപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ദുനിയാവിൽ മുഴുകുന്നു. ഈ വൈരുദ്ധ്യം അനുഭവിക്കുന്ന ഇടമാണ് നിങ്ങളുടെ ആന്തരിക ബർസഖ്. ഈ ബർസഖിനെ ശുദ്ധീകരിക്കുന്നവനാണ് യഥാർത്ഥ സൂഫി. അവിടെ സമാധാനം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് രണ്ട് ലോകങ്ങളും ഒരേപോലെ ദർശിക്കാം. പ്രപഞ്ച ബർസഖ്. ഏറ്റവും ഒടുവിൽ ഈ പ്രപഞ്ചം മുഴുവൻ നോക്കൂ. അള്ളാഹു പരമമായ വെളിച്ചമാണ്, ശൂന്യത പരമമായ ഇരുട്ടുമാണ്. ഈ വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിലുള്ള വിസ്മയകരമായൊരു നിഴലാണ് ഈ പ്രപഞ്ചം. നാം നിൽക്കുന്നത് ആ അതിരിലാണ്. അള്ളാഹു അല്ല, എന്നാൽ അള്ളാഹുവിൽ നിന്ന് വേറിട്ടതുമല്ല. ഈ പ്രപഞ്ചമെന്ന ബർസഖിലൂടെ നടന്നാൽ മാത്രമേ നമുക്ക് അക്കരെയുള്ള സൃഷ്ടാവിലേക്ക് എത്താൻ കഴിയൂ. നാം ഈ ലോകത്തേക്ക് വന്നത് ഇവിടുത്തെ കാഴ്ചകളിൽ കുടുങ്ങാനല്ല, മറിച്ച് ഈ ബർസഖിന്റെ അപ്പുറമുള്ള ആ മഹാസത്യത്തെ കണ്ടെത്താനാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ തെളിയുന്നത് മണ്ണ് കുഴിച്ച ഒരു ഇരുണ്ട കുഴിയാണ്. എന്നാൽ ആരിഫീനൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്ന ആ മൺകുഴി ഖബറല്ല. നിങ്ങളുടെ ഖബർ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പേറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ബോധത്തിന്റെ ഒരു അവസ്ഥയാണ്. ബർസഖ് എന്ന മണ്ഡലത്തിൽ നിങ്ങളുടെ ചിന്തകൾ വെറും നിഴലുകളല്ല, അവ അവിടെ ജീവനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ ദുനിയാവിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണ്. എന്നാൽ ബർസഖിൽ ആ ദേഷ്യം നിങ്ങളെ നേരെ ചീറുന്ന ഒരു പാമ്പായി മാറും. ഇവിടെ നിങ്ങൾ ഒരാളോട് കാണിക്കുന്ന അസൂയ നിങ്ങളെ അലോസരപ്പെടുത്തുകയുള്ളൂ. എന്നാൽ ബർസഖിൽ അത് വിഷം വമിക്കുന്ന തേളുകളായി നിങ്ങളെ വേട്ടയാടും. മഹാന്മാരായ സൂഫികൾ ഒരു നടുങ്ങുന്ന രഹസ്യം പങ്കുവച്ചു. ബർസഖിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മുഖാമുഖം കാണുന്നത്. മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒളിപ്പിക്കാൻ സോഷ്യൽ മീഡിയയോ ടിവിയോ സുഹൃത്തുക്കളോ ഇല്ലാത്ത ഒരിടം. ശ്രദ്ധ തിരിക്കാൻ ഒന്നുമില്ലാത്ത ആ ഏകാന്തതയിൽ നിങ്ങൾ നിങ്ങളുടെ സത്യത്തെ മാത്രം നോക്കി നിൽക്കുന്നു. ആ സത്യം സുന്ദരമാണോ അതോ ഭയാനകമാണോ എന്നതാണ് നിങ്ങളുടെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് പോലെ ഖബറിലെ ചോദ്യോത്തരങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. എന്നാൽ ബർസഖിൽ നിങ്ങൾക്ക് കാണാപാഠം പഠിച്ച ഉത്തരങ്ങൾ നൽകാൻ കഴിയില്ല. അവിടെ നാവല്ല സംസാരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ അസ്തിത്വമാണ്. നിന്റെ നാഥൻ ആര് എന്ന് മാലാഖമാർ ചോദിക്കുമ്പോൾ അല്ലാഹു എന്നുത്തരം നൽകണമെങ്കിൽ ജീവിതകാലത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉടമ അല്ലാഹു ആയിരിക്കണം. പണമോ പദവിയോ സ്വന്തം അഹങ്കാരമോ ആണ് നിങ്ങൾ ജീവിതത്തിൽ പൂജിച്ചതെങ്കിൽ ആ സത്യം അവിടെ ഒരു പ്രകാശപ്രവാഹമായി പുറത്തുവരും. മുൻകർ നക്കീർ എന്നീ മാലാഖമാർ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് ബാഹ്യ രൂപങ്ങളായല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ സത്യത്തിൻ്റെ ട്രൂത്തിൻ്റെ പ്രതിനിധികളായാണ്. അവരൊരു കണ്ണാടി പോലെയാണ്. ഈ ലോകത്ത് നാം അണിഞ്ഞ സകല വേഷങ്ങളും അഴിഞ്ഞു വീഴുന്ന നിമിഷമാണത്. അവിടെ നിങ്ങൾ പൂർണ്ണമായ നഗ്നതയോടെ ആത്മീയമായ സത്യസന്ധതയോടെ നിങ്ങളെ തന്നെ കാണുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെ പുറത്തെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ്. വിധികർത്താവ് പുറത്തുള്ള ഒരാളല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ശുദ്ധമായ ബോധമാണ്. നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നുണ്ടോ? ആ ഭയം അജ്ഞതയിൽ നിന്ന് വരുന്നതാണ്. മരണമെന്നത് ഒരവസാനമല്ല, മറിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു ഷിഫ്റ്റിംഗ് മാത്രമാണ്. ഒരു VR ഗെയിം കളിക്കുന്ന ഒരാളെ സങ്കല്പിക്കുക. ആ ഹെഡ്സെറ്റിനുള്ളിൽ അവൻ യുദ്ധം ചെയ്യുന്നു, ശത്രുക്കളെ പേടിക്കുന്നു, വീഴുന്നു. ആ നിമിഷം ആ ഗെയിമാണ് അവൻ്റെ ലോകം. എന്നാൽ പെട്ടെന്ന് ആരെങ്കിലും അവൻ്റെ ആ ഹെഡ്സെറ്റ് ഊരി മാറ്റുന്നു. അവൻ എങ്ങോട്ടെങ്കിലും പോയോ? ഇല്ല, അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കാഴ്ച മാറി, യാഥാർത്ഥ്യം മാറി. മരണവും ഇതുതന്നെയാണ്. നിങ്ങൾ ഈ ഭൗതിക ശരീരമെന്ന VR ഗ്ലാസ് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഖബർ ഭൂമിയിലെ ഒരു കുഴിയായിരിക്കില്ല, അത് നിങ്ങളുടെ ആന്തരിക അവസ്ഥയുടെ പ്രതിഫലനമായിരിക്കും. ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും പ്രകാശം കൊണ്ടും നിറഞ്ഞിരുന്നെങ്കിൽ ആ ഹെഡ്സെറ്റ് മാറ്റുമ്പോൾ നിങ്ങൾ കാണുന്നത് അനന്തമായൊരു നന്ദനവനമായിരിക്കും. മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷത്തിൻ്റെയും ക്രൂരതയുടെയും ഇരുട്ടായിരുന്നെങ്കിൽ
ആ അവസ്ഥ തന്നെ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഇരുട്ടറയായി മാറും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ജീവിതം സമർപ്പിച്ചത്, ആ യാഥാർത്ഥ്യം അവിടെ ദൃശ്യമാകും. നിങ്ങൾ സ്നേഹിച്ചത് കാരുണ്യത്തെയാണെങ്കിൽ ആ കാരുണ്യം അവിടെ നിങ്ങൾക്കൊരു തണലായി വരും. നിങ്ങൾ സ്നേഹിച്ചത് പടച്ചവനെയാണെങ്കിൽ അവിടെ അവൻ്റെ സാമീപ്യം നിങ്ങൾ അനുഭവിക്കും. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു സൂചന ശ്രദ്ധിക്കുക. വിധി ദിവസം അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യർ പരസ്പരം ചോദിക്കും, നാം എത്ര കാലം ആ ലോകത്ത് കഴിഞ്ഞു? അന്നവർ മറുപടി പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഞങ്ങളൊരു പ്രഭാതമോ അല്ലെങ്കിൽ ഒരു പ്രദോഷമോ അല്ലാതെ അവിടെ കഴിഞ്ഞിട്ടില്ല. ചിന്തിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾ നീണ്ട ബർസഖ് ജീവിതം ഒരു വൈകുന്നേരത്തെ വെളിച്ചം പോലെ നിസ്സാരമായിട്ട് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? കാരണം ബർസഖിൽ സമയം എന്നത് കലണ്ടറിലെ അക്കങ്ങളല്ല. അവിടെ സമയം ആത്മനിഷ്ഠമാണ്. അത് നിങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ താളത്തിനനുസരിച്ച് നീളുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന ഒരാൾക്ക് ഒരു നിമിഷം എന്നത് 1000 വർഷത്തെ പീഡനമായി അവിടെ മാറും. വേദനയുടെ ഒരു സെക്കൻഡ് 1000 വർഷത്തെ പീഡനമായി അവിടെ മാറും. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ കുളിർമയിൽ സമാധാനത്തിൻ്റെ പുതപ്പിനുള്ളിൽ വിശ്രമിക്കുന്ന ആത്മാവിന് നൂറ്റാണ്ടുകൾ എന്നത് ഒരു പുഞ്ചിരിയുടെ സമയദൈർഘ്യം മാത്രമായിരിക്കും. അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അവിടെയുള്ളത് നിങ്ങളുടെ ആന്തരിക വെളിച്ചം മാത്രമാണ്. സൂഫികൾ പഠിപ്പിച്ചു, ബർസഖിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ ഭൗതിക ലോകത്ത് നമുക്ക് നമ്മുടെ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ എത്രയെത്ര മാർഗങ്ങളുണ്ട്. മനം മടുക്കുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലെ കൂളിടാം, ടെലിവിഷൻ കാണാം, സുഹൃത്തുക്കളുമായി സൊള്ളിയിരിക്കാം, ജോലിയിൽ മുഴുകി സ്വന്തം ആത്മാവിനെ വിസ്മരിക്കാം. എന്നാൽ ബർസഖിൽ ആ ശബ്ദങ്ങളെല്ലാം നിലയ്ക്കുന്നു. അവിടെ വൈഫൈ ഇല്ല, നോട്ടിഫിക്കേഷനുകളില്ല, ഡിജിറ്റൽ ബഹളങ്ങളില്ല. അവിടെ വെറും നീയും നിന്റെ സത്യവും മാത്രം. ആ മഹാമൗനത്തിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംവദിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ നിങ്ങൾ തമസ്കരിച്ച, മൂടിവെച്ച ഓരോ ചിന്തയും അവിടെ ആകാശം പോലെ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കും. ആ സത്യം നിങ്ങൾക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ ആ മൗനം സ്വർഗീയമായിരിക്കും. മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സത്യം നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ആ മൗനത്തേക്കാൾ വലിയൊരു ശിക്ഷ പ്രപഞ്ചത്തിൽ വേറെയുണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബർസഖിലെ സമയം ആഘോഷമാകണമെങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ സത്യത്തെ സുന്ദരമാക്കുക. കാരണം അക്കരെ എത്തുമ്പോൾ നിങ്ങൾ ധരിക്കാൻ പോകുന്ന വസ്ത്രം നിങ്ങളുടെ ഈ ലോകത്തെ ചിന്തകളാണ്. ജ്ഞാനികളായ സൂഫികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് മാത്രം കൈമാറിയ 3 നിഗൂഢ രഹസ്യങ്ങളിതാ. ബർസഖിന്റെ അത്ഭുതങ്ങൾ ദർശിക്കാൻ നിങ്ങൾ മരണം വരെ കാത്തിരിക്കേണ്ടതില്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ആത്മീയ മണ്ഡലത്തിലേക്ക് ജാലകങ്ങൾ തുറക്കാനുള്ള 3 ദിവ്യമായ താക്കോലുകൾ. താക്കോൽ 1, മരണത്തിന്റെ സഹോദരനെ വരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. ഓരോ രാത്രിയും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചെറിയ മരണത്തിലേക്കാണ് പ്രവേശിക്കുക. സൂഫികൾ ഇതിനെ ഒരു പരിശീലനമായി കണ്ടു. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വെറുതെ കണ്ണടയ്ക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ശരീരം ഈ മണ്ണിന് വിട്ടുകൊടുക്കുകയാണെന്നും നിങ്ങളുടെ ആത്മാവ് ഈ ഭൗതിക കൂടാരത്തിൽ നിന്ന് വിടുതി നേടി അതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്നും സങ്കല്പിക്കുക. ആ ബോധത്തോടെ ഉറങ്ങുന്നവന് ബർസഖിന്റെ ലോകത്തു നിന്നുള്ള ദർശനങ്ങൾ സ്വപ്നങ്ങളായി ലഭിച്ചു തുടങ്ങും. ഉറക്കം നിങ്ങൾക്ക് വെറുമൊരു വിശ്രമമല്ല, മറിച്ച് ബർസഖിലേക്കുള്ള ഒരു തീർത്ഥാടനമായി മാറും. താക്കോൽ 2, ശ്വാസങ്ങൾക്കിടയിലെ നിശബ്ദത. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്വാസം അകത്തേക്ക് വലിക്കുന്നതിനും അത് പുറത്തേക്ക് വിടുന്നതിനുമിടയിൽ മില്ലി സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. അതുപോലെ ശ്വാസം പുറത്തുവിട്ട് അടുത്തത് വലിക്കുന്നതിന് മുമ്പും ഒരു വിടവുണ്ട്. സൂഫികൾ പറഞ്ഞു, ആ ചെറിയ വിടവാണ് നിങ്ങളുടെ ഉള്ളിലെ ബർസഖ്. അവിടെ ചലനമില്ല, അവിടെ ചിന്തകളില്ല, അവിടെ വെറും ശൂന്യത മാത്രം. ആ നിശബ്ദതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ചിന്തകൾക്കിടയിലുള്ള അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. നിശബ്ദതയുടെ ആ മുറാഖബയിലൂടെ നിങ്ങൾ ശരീരത്തിനും ആത്മാവിനുമിടയിലുള്ള പാലം കണ്ടെത്തും. താക്കോൽ 3, പ്രവാസിയുടെ മനോഭാവം. പ്രവാചകൻ നൽകിയ ഏറ്റവും മനോഹരമായ ഉപദേശങ്ങളിൽ ഒന്നിതാണ്, നീ ഈ ലോകത്ത് ഒരു അപരിചിതനെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെയോ ആകുക. ഒരു വിദേശ രാജ്യത്തെത്തിയ പ്രവാസിക്ക് അവിടുത്തെ തെരുവുകളോടോ കെട്ടിടങ്ങളോടോ അമിതമായ വൈകാരിക ബന്ധമുണ്ടാകില്ല. അവൻ്റെ ഹൃദയം എപ്പോഴും തൻ്റെ ജന്മനാട്ടിലായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ കൈകൾ ഈ ലോകത്തെ ജോലിയിൽ ഏർപ്പെടുമ്പോഴും നിങ്ങളുടെ വിരലുകൾ കീബോർഡിൽ ചലിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം ബർസഖിൻ്റെ ആ തീരത്തിൽ ലങ്കറിയിട്ടിരിക്കണം. ഒന്നിനോടും അമിതമായി ഒട്ടിച്ചേരാതിരിക്കുക. ദുനിയാവിനെ ഒരു ഹോസ്റ്റലായി കാണുക. നിങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ വീട് മറ്റെവിടെയോ ആണെന്ന് തിരിച്ചറിയുക. ഈ 3 താക്കോലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു തുടങ്ങുക. അപ്പോൾ മരണം നിങ്ങളെ ഭയപ്പെടുത്തില്ല.
കാരണം നിങ്ങൾ മരിക്കുന്നതിന് മുൻപേ മരിക്കാൻ പഠിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ ബർസഖിന്റെ പ്രകാശം നുകരാൻ തുടങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, സൂഫികൾ തങ്ങളുടെ ജീവിതത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമിതാണ്. മനുഷ്യർ ഇപ്പോൾ ഉറക്കത്തിലാണ്, അവർ മരിക്കുമ്പോൾ മാത്രം ഉണരുന്നു. നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ സങ്കടങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഇവയെല്ലാം ബർസഖിലെ കേവലം കാഴ്ചകൾ മാത്രമാണ്. ഒരു മരീചിക പോലെ അവ നിങ്ങളെ വശീകരിക്കും, പക്ഷേ അവയൊന്നും ശാശ്വതമല്ല. നിങ്ങളൊരു അനന്ത യാത്രയിലാണ്. നിങ്ങൾ തടവിലാക്കപ്പെട്ടവരല്ല, മറിച്ച് സഞ്ചാരികളാണ്. ഗർഭമൂലമെന്ന ആ ഇരുണ്ടതും എന്നാൽ സുരക്ഷിതവുമായ ഒന്നാം ബർസഖിൽ നിന്ന് ഈ ലോകമെന്ന രണ്ടാം ബർസഖിലേക്ക് നിങ്ങൾ പിറന്നു വീണു. ഇന്ന് നിങ്ങൾ ഈ മണ്ണിൽ നിൽക്കുന്നു. നാളെ ഖബർ എന്ന മൂന്നാം ബർസഖിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും. അവിടുന്ന് വിധിദിനമെന്ന നാലാം ബർസഖിലേക്കും ഒടുവിൽ സൃഷ്ടാവെന്ന പരമമായ വെളിച്ചത്തിലേക്കും നിങ്ങൾ ലയിക്കും. ഈ യാത്രയിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തെ ഒരു സുന്ദരമായ കവിതയാക്കുക. ഓരോ നിശ്വാസത്തിലും ആ ദിവ്യരഹസ്യം തേടുക. ഭൗതികതയുടെ ഭാരവും ലൗകികമായ വേവലാതികളും കൊണ്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ ചിറകുകളെ തളർത്തിടരുത്. മറക്കരുത്, നിങ്ങൾ വെറും മണ്ണല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശ്വാസമാണ്. നിങ്ങളിൽ അവനിൽ നിന്നുള്ള ഒരു അംശമുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിന് നിങ്ങളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത്. ഈ വീഡിയോയിലൂടെ നാം പങ്കുവച്ച അറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയോ? എന്തെങ്കിലും ഒരു സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ബർസഖിന്റെ ആ മധുരം നിങ്ങൾ രുചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി അത് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് വെളിച്ചമായി മാറാം. ഇത്തരം ആഴമുള്ള ആത്മീയ യാത്രകളിലും പര്യവേക്ഷണങ്ങളിലും നമുക്കിനിയും ഒന്നിച്ച് സഞ്ചരിക്കാം, ഇൻഷാ അല്ലാഹ്. ഓർക്കുക, ഈ വീഡിയോ അവസാനിക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോഴും നിങ്ങൾ നിൽക്കുന്നത് ബർസഖിലാണ്. നിങ്ങൾ കാണുന്ന ഈ ലോകം ഒരു വലിയ സത്യത്തിൻ്റെ ചെറിയ തിരശീല മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, പക്ഷെ കാണാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ്. ആ കാഴ്ചയാണ് നിങ്ങളെ സത്യത്തിലെത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.